പറഞ്ഞ ഒരു ബീഫ് ഫ്രൈ ഉണ്ട്, അതൊന്നും ഉണ്ടാക്കി കാണിക്കാൻ പോവാണേ. 3 ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയൊക്കെ ഓപ്ഷനാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നെയ്യുള്ള ബീഫാണ് നല്ലത്. എടുത്തത് ഒരു കുക്കറിലേക്ക് ഇട്ടു. 1 കിലോ ബീഫിന് ഒരു സവാള അതും കൂടെ ഇട്ടു. കുറച്ച് ഉപ്പിട്ടു. ഇനി നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ബീഫിനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ഒട്ടും വെക്കണ്ട. അതുപോലെ തന്നെ ഓരോ ബീഫിന്റെ സ്വഭാവം അനുസരിച്ച് വേണം വേവിന്റെ വിസിലിന്റെ അളവ് കൂട്ടാൻ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറിയ പോത്തൊക്കെ ആണെങ്കിൽ ഒരു 2 വിസിൽ മതിയാവും. ഇച്ചിരി കൂടെ പ്രായമുള്ള ബീഫൊക്കെ ആണെങ്കിൽ നമ്മളൊരു 4-5 വിസിലെങ്കിലും അടുപ്പിക്കണം കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ വാങ്ങുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഒരു 3 വിസിൽ കഴിയുമ്പോൾ എന്താണേലും തുറന്ന് നോക്കിയിട്ട് വെന്തോ ഇല്ലയോ നോക്കണം. നമ്മുടെ ഈ ബീഫ് ഫ്രൈഡ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 70-80% കുക്കറിൽ വേവിക്കാവുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മുടെ ചീനച്ചട്ടി കിടന്നിട്ടുള്ള ഒരു വേവാണ്. പിന്നെ ഇങ്ങനെ വെന്തളിഞ്ഞിങ്ങനെ പോവുകയും ചെയ്യരുത്. ഇതിങ്ങനെ കടല പെറുക്കി തിന്നും പോലെ തിന്നണം, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. അപ്പം ഒരു 3 വിസിൽ വരട്ടെ. അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് വേവ് കുറവാണെങ്കിൽ വീണ്ടും വേവിക്കാം. ബീഫ് വേകുന്ന സമയത്തെ നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയേക്കാം. ഒരു ഇരുമ്പിന്റെ ചീനച്ചട്ടി ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ എന്തായാലും ഒഴിക്കണം കേട്ടോ. അരമുറി തേങ്ങയുടെ കൊത്താണ് എടുത്തേക്കുന്നത്, അത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒക്കെ ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. കാര്യം എന്ന് വെച്ചാൽ ചിലവർക്ക് തേങ്ങാക്കൊത്ത് കടിക്കുന്ന ഇഷ്ടമില്ല. ബീഫ് ഫ്രൈ ആകുമ്പോൾ ഒരു തേങ്ങാക്കൊത്ത് നല്ലതല്ലേ. നല്ല പോലെ ഒന്ന് മൂത്തോട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പം നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സവോള ചേർക്കരുത്, ചെറിയുള്ളി തന്നെ വേണം. കാര്യം വെച്ചാൽ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. 300 ഗ്രാം ചെറിയുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. കുറേ പേർക്കൊരു സംശയം ഉണ്ടാവേ, മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നുമില്ലാതെ എന്ത് ബീഫ് ഫ്രൈ ആണ്. ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം വെച്ചാൽ ആ ഒരു ബീഫിൻ്റെ നാച്ചുറൽ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര രസമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു 5 വർഷം 6 വർഷം മുമ്പ് ഫ്ലവേഴ്സിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഒരു ഡിഷും കൂടെയാണ്. അതുപോലെ തന്നെ ഷെഫ് പിള്ളയ്ക്ക് ഞാൻ കഴിഞ്ഞ വർഷം ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഷെഫ് പിള്ള പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഇത് മാർക്കറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പം അതിനുള്ള ആലോചനകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഒക്കെ സമയമായിക്കൊണ്ടിരിക്കുന്നു, നമുക്കും ചെയ്യണം എന്തെങ്കിലുമൊക്കെ അല്ലേ. അപ്പം നമ്മുടെ കുക്കറിൽ 3 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേവ് പോരായ്ക ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടുപ്പിക്കാം. ഇല്ലെങ്കിൽ അതിനകത്ത് ഈ ചീനിച്ചട്ടി കിടന്ന് അതങ്ങ് ആയിക്കോളുവേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വേണം അഭിപ്രായം പറയാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ല പോലെ വഴന്ന് വരണം. അതിന് ശേഷം എരിവ് പാകത്തിന് ഇട്ട് കൊടുക്കണം. ഇത് വറ്റൽമുളക് ചതച്ച് വെച്ചതാണ്. നല്ല എരിവുള്ള മുളകാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പം ഈ എരിവ് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ പാകത്തിന് ഇടുക, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളപ്പം. ഞാൻ ഇപ്പോൾ ഇത്രയും ഒരു 20 പച്ചമുളക് ചതച്ചതായത് കേട്ടോ. ഇത് ഞാൻ ഇത്രയും ഇട്ടു. ഇവിടെ പിന്നെ എല്ലാവർക്കും ഇച്ചിരി എരിവൊക്കെ വേണ്ടിയതുകൊണ്ട് മുളകിന് മാത്രമേ ഉള്ളൂ ഒരു കണക്ക് പറയാത്തത്. മുളക് നിങ്ങളുടെ പാകം നോക്കിയിട്ടിട്ട് ഇതും അതുപോലെ തന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ. വറ്റൽമുളകും ചെറിയുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കി. ശരിക്കും പറഞ്ഞാൽ 8 വിസിലോളം അടുപ്പിച്ചു കേട്ടോ. ഭയങ്കര വേവായിരുന്നു ഇറച്ചിക്ക്. ഇപ്പം ഇത്രയും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തെ വെള്ളമില്ലേ, അതിനകത്ത് കിടന്നിട്ട് ഒരു വേവും കൂടി ഉണ്ടല്ലോ. നിങ്ങളിങ്ങനെ കുക്കർ അടിച്ചു കഴിയുമ്പോൾ ബീഫ് വെന്തിട്ടുണ്ടെങ്കിൽ, നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഈ വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ബീഫ് ഇടാവുള്ളൂ. വെന്തു പോയെങ്കിൽ മാത്രം. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്തേക്കുക. കണ്ടോ,
ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത്. ഇതിന് ഉപ്പും എരിവും എല്ലാം ഉണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ വറ്റി കറുത്ത് വരണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ബീഫ് കണ്ടോ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല. നല്ല പോലെ ഫ്രൈ ആയി കറക്കണം. ഈ സമയത്ത് നമുക്ക് എണ്ണ കുറവാണെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇച്ചിരി കറിവേപ്പില ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിനകത്തിപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കാത്ത. നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഈ സമയത്തും കഴിക്കാവേ. ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കണമെങ്കിൽ ഈ സമയത്തും നമുക്ക് കഴിക്കാം. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാവേ, മതി. ഇനി ഇത് നന്നായിട്ട് ഇരുന്നങ്ങ് കറുത്തോട്ടെ കേട്ടോ. ഈ സമയത്ത് ഒന്നും കൂടെ ഉപ്പൊക്കെ നോക്കണം, വെള്ളം വറ്റിയിട്ട്. ഉപ്പൊക്കെ ഉണ്ട് കണ്ടോ. നമ്മുടെ ബീഫ് ഫ്രൈ എങ്ങനെ കറുത്ത് വന്ന കണ്ടോ. ഇനി ഇത് ഇതിൽ തന്നെ ഇരിക്കുക. നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം എടുക്കുമ്പോൾ ചൂടാക്കി ഉപയോഗിച്ചാൽ വീണ്ടും നല്ല പോലെ കറുത്തിങ്ങനെ വരും കേട്ടോ. ഇതിനകത്തൊന്നും ചേരാനില്ല കണ്ടോ. ആ ചെറിയുള്ളിയും വറ്റൽമുളകും എല്ലാം ഇതിനകത്തങ്ങ് സെറ്റായി. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതിങ്ങനെയില്ലേ വെറുതെ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കാൻ തോന്നും. ആ ചെറിയുള്ളിയും വറ്റൽമുളകും എല്ലാം ഓരോ പീസിലും സെറ്റായി പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.